കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ ഓഫീസും പരിസരവുമൊക്കെ മാലിന്യ കൂമ്പാരമാണ്, മലിനജലം കെട്ടിക്കിടക്കുകയാണ് എന്ന് ഡിവൈഎഫ്ഐ ഒരു വീഡിയോ സഹിതം പ്രചരിപ്പിച്ചിരുന്നു. ആ വീഡിയോ വന്നപ്പോ അതിനെതിരെയും ഭരണസമിതി നിന്നു. വർഷങ്ങൾക്ക് മുമ്പെടുത്ത വീഡിയോ ആണെന്ന് പ്രചരിപ്പിച്ചു. യഥാർത്ഥത്തിൽ ഒരാഴ്ച മുമ്പ് എടുത്തിട്ടുള്ള വീഡിയോ. ആ വീഡിയോ പുറത്തു വന്നതിന് ശേഷമാണ് തൊഴിലുറപ്പ് തൊഴിലാളികളെ കൊണ്ട് ഓഫീസും പരിസരവും വൃത്തിയാക്കിച്ചത്. അത്രയും നല്ലത്. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ എലമ്പുലാശ്ശേരിയിൽ കഴിഞ്ഞ ദിവസം മരണപ്പെട്ട 77 വയസ്സുകാരന് H1N1 സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇതോടെ ഈ ജൂൺ മാസത്തിൽ തന്നെ കരിമ്പുഴ പഞ്ചായത്തിൽ 4 പേരാണ് വിവിധങ്ങളായിട്ടുള്ള പനി ബാധിച്ച് മരണപ്പെട്ടിട്ടുള്ളത്. നേരത്തെ കോട്ടപ്പുറത്തൊരു യുവാവ് എലിപ്പനി ബാധിച്ച് മരിച്ചിരുന്നു. ആറ്റാശ്ശേരിയിലെ ഒരു അധ്യാപകനും പൊമ്പ്രയിലെ ഒരു വീട്ടമ്മയും ഡെങ്കിപ്പനി ബാധിച്ച് മരണപ്പെട്ടിരുന്നു. ഇത്തരം 4 മരണങ്ങൾ കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടായിട്ടും അവസരത്തിനൊത്ത് ഉയരാൻ കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയോ സംസ്ഥാനത്താകെ ഇതിന് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ട സംസ്ഥാന ആരോഗ്യ വകുപ്പോ അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരോ വേണ്ടത്ര ഗൗരവത്തോടെ ഈ വിഷയത്തെ കാണുന്നില്ല എന്ന ആക്ഷേപം വ്യാപകമായി ഉയർന്നു വരികയാണ്. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളും രോഗപ്രതിരോധ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ സംഘടിപ്പിക്കുന്നതിൽ വലിയ വീഴ്ചയാണ് കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് UDF നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതിക്ക് ഉണ്ടായിട്ടുള്ളത്. ഇത്തരം ഒരു ആരോപണം ഉയർന്നു വന്നപ്പോൾ ഈ ആരോപണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി CPM ഇടതുമുന്നണി ഇവിടെയുള്ള ആരോഗ്യ പ്രവർത്തകരെയും ആശാപ്രവർത്തകരെയും ഒക്കെ മോശമായി ചിത്രീകരിച്ചു എന്ന വ്യാജ പ്രചരണമാണ് പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ബ്ലോക്ക് മെമ്പർ കൂടിയായിട്ടുള്ള കോൺഗ്രസിന്റെ ബ്ലോക്ക് മണ്ഡലം പ്രസിഡന്റും ഒക്കെ ഉയർത്തിയത്. യഥാർത്ഥത്തിൽ അവർ നേതൃത്വം കൊടുക്കേണ്ട മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളും രോഗപ്രതിരോധ പ്രവർത്തനങ്ങളും യഥാസമയം ആരോഗ്യ പ്രവർത്തകരെ കൊണ്ട് ചെയ്യിക്കുന്നതിൽ വലിയ വീഴ്ച പറ്റിയതിന്റെ ജാള്യതയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് ഇത്തരം ഒരു പ്രചരണം അവർ സംഘടിപ്പിച്ചത്. ഏതായാലും വ്യാപകമായി പനി കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ പടർന്നു പിടിച്ചപ്പോൾ അതിനെതിരായി നാട്ടിലുടനീളം ആശയപ്രചരണ പ്രവർത്തനങ്ങളും ജാഗ്രതാ പ്രവർത്തനങ്ങളും നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചതായിരുന്നു. MLA ഇടപെട്ടുകൊണ്ട് പെരിന്തൽമണ്ണയിലെ EMS സഹകരണ ആശുപത്രിയുടെ സഹകരണത്തോടു കൂടി കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ഒരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. ആ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ വേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പ്രസിഡന്റ് എന്നിവരുടെയൊക്കെ സാന്നിധ്യത്തിൽ വിപുലമായ ഒരു യോഗം ചേർന്നിരുന്നു. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെയും ഇതര പ്രദേശങ്ങളിലെയും പനി ബാധിച്ചിട്ടുള്ള മുഴുവൻ ആളുകളെയും ക്യാമ്പിൽ എത്തിക്കുന്നതിന് വേണ്ടി വിപുലമായിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ, മൈക്ക് അനൗൺസ്മെന്റ് ഉൾപ്പെടെ നടത്തണമെന്നാണ് ആ യോഗത്തിൽ തീരുമാനിച്ചത്. പക്ഷേ അത്തരം ഒരു പ്രവർത്തനവും ഏറ്റെടുത്ത് നടത്താൻ യോഗത്തിൽ സമ്മതിച്ചു പോയിട്ട് പോലും അത്തരത്തിൽ ഒരു പ്രവർത്തനവും ഇവിടെ നടത്താൻ മൈക്ക് പ്രചരണം ഉണ്ടായില്ല. മറ്റു പ്രചരണ പ്രവർത്തനങ്ങൾക്കൊക്കെ ഭരണസമിതി വേണ്ട രീതിയിൽ അത് നടത്തിയില്ല. അത്തരത്തിലൊരു മെഡിക്കൽ ക്യാമ്പ് അവിടെ ഉണ്ടായിട്ട് പോലും അതിനെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞില്ല എന്നതൊരു വസ്തുതയാണ്. ആ മെഡിക്കൽ ക്യാമ്പിൽ 5 ഡോക്ടർമാർ വന്ന് പരിശോധിച്ചിരുന്നു. മാത്രമല്ല ലാബ് സൗകര്യം അവിടെ ഉണ്ടായിരുന്നു. ആളുകൾക്ക് മരുന്ന് വിതരണം ചെയ്യുന്നതിനുള്ള അവസരവും അവിടെ ഉണ്ടായിരുന്നു. അതിനൊന്നും വേണ്ടത്ര ഗൗരവത്തോടെ അവർ കണ്ടില്ല. MLA ആണ് സംഘടിപ്പിക്കുന്നത്, EMS സഹകരണ ആശുപത്രിയുടെ സഹകരണത്തോടെയാണ് സംഘടിപ്പിക്കുന്നത് എന്ന് കണ്ടിട്ടാണോ എന്തോ. എന്തായാലും കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ പാവപ്പെട്ട ആളുകൾക്ക്, രോഗികൾക്ക് ഒരാശ്വാസം നൽകുന്ന പ്രവർത്തനത്തെയാണ് ഇവരുടെ കൊള്ളരുതായ്മ മൂലം വേണ്ടത്ര ഉപയോഗപ്പെടുത്താൻ കഴിയാത്തത്. ഏതായാലും വളരെ ഗൗരവത്തോടു കൂടി തന്നെ പാലക്കാട് ജില്ലാ ഭരണകൂടവും സംസ്ഥാന ആരോഗ്യ വകുപ്പും അതുപോലെ തന്നെ കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും ഈ പകർച്ചപ്പനി വ്യാപകമായി തുടരുന്നതിനെ കാണണം. അതീവ ഗൗരവമായി തന്നെ ഈ വിഷയത്തെ കണ്ട് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കണം. അത്തരം പ്രവർത്തനങ്ങൾക്ക് എല്ലാ നിലയ്ക്കുള്ള പിന്തുണയും CPMന്റെ ഭാഗത്തുണ്ടാവുമെന്ന് ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞതാണ്. അത് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. ഭരണസമിതി ഇത്തരത്തിലുള്ള നിസ്സംഗഭാവം തുടർന്നാൽ ശക്തമായിട്ടുള്ള ബഹുജന പ്രതിഷേധം ഭരണസമിതിക്കെതിരെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇത്തരത്തിലുള്ള വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നതിന് പകരം അവരുടെ കൊള്ളരുതായ്മകൾ എന്തെങ്കിലും ബഹുജന സമക്ഷം കൊണ്ടുവന്നാൽ അതിനൊക്കെ അസഹിഷ്ണുതയോടുകൂടി പ്രതികരിക്കുന്ന ഒരു സ്വഭാവം കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്ത് നിന്ന് കാണാൻ വേണ്ടി കഴിയും. ഇപ്പൊ കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് ഓഫീസിനെ സംബന്ധിച്ച് വലിയ തോതിൽ ആക്ഷേപം ഉയർന്നു വന്നതാണ്. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ ഓഫീസും പരിസരവുമൊക്കെ മാലിന്യ കൂമ്പാരമാണ്, മലിനജലം കെട്ടിക്കിടക്കുകയാണ് എന്ന് ഡിവൈഎഫ്ഐ ഒരു വീഡിയോ സഹിതം പ്രചരിപ്പിച്ചിരുന്നു. ആ വീഡിയോ വന്നപ്പോ അതിനെതിരെയും ഭരണസമിതി നിന്നു. വർഷങ്ങൾക്ക് മുമ്പെടുത്ത വീഡിയോ ആണെന്ന് പ്രചരിപ്പിച്ചു.
യഥാർത്ഥത്തിൽ ഒരാഴ്ച മുമ്പ് എടുത്തിട്ടുള്ള വീഡിയോ. ആ വീഡിയോ പുറത്തു വന്നതിന് ശേഷമാണ് തൊഴിലുറപ്പ് തൊഴിലാളികളെ കൊണ്ട് ഓഫീസും പരിസരവും വൃത്തിയാക്കിച്ചത്. അത്രയും നല്ലത്, അതിനൊന്നും ഞങ്ങൾ ചെറുതായി കാണുന്നില്ല. പക്ഷെ നമ്മുടെ നാട്ടിലുടനീളം വലിയ ബഹുജനങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടി തന്നെ ഈ പ്രതിരോധ പ്രവർത്തനങ്ങളും ശുചീകരണ പ്രവർത്തനങ്ങളും നടത്തണം. നാട്ടിലുടനീളം നല്ല തോതിലുള്ള ജാഗ്രതാ പ്രവർത്തനങ്ങൾ നടത്തണം. അങ്ങനെ ഈ പകർച്ചപ്പനിയെ എല്ലാവരുടെയും പിന്തുണയോടുകൂടി നമുക്ക് പിടിച്ചു കെട്ടാൻ വേണ്ടി കഴിയണം. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും പാലക്കാട് ജില്ലാ ഭരണകൂടവും നേതൃത്വം കൊടുക്കണം. ആവശ്യമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കണം. ജനങ്ങളാകെ വലിയ തോതിലുള്ള പ്രയാസത്തിലാണ് ജനങ്ങൾ. അവരുടെ പ്രയാസം ലഘൂകരിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കണം എന്ന് ഈ സമയത്ത് CPM ആവശ്യപ്പെടുകയാണ്.